An idiot! Bombay! Round and round, and here we go, watching the movie show. Flipping in the building, what I tell you, the good beat. Right to left to right, it's gonna be alright. Kanni matti mutti, puliyude thori. It's gonna be the best track show. Flipping in the building, what I tell you, the good beat. It's gonna be the best track show. Anniyu matti mutti, puliyude thori. It's gonna be the best track show. ഈ ബായി ഉണ്ടല്ല നമ്മക്കടെ കൂടെ ചേരാൻ വന്നേക്കണേന്ന്. ചേരാനും ചടപ്പ ഇത് സ്കൂളാ. എന്റെ സായി എന്നാ ഈ ബായി അല്ല, ഈ ബായി ബോംബെയിലായിരുന്നു. മുമ്പെന്ന് പറയും. അങ്ങനെ കണ്ടവനും കേട്ടവനൊക്കെ കൂടെ കൊണ്ടു നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലാ. ഇതാണ് ബായി സായി എണ്ണന്റെ കാര്യം. വെട്ടൊന്നും മുറി രണ്ട്, എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും, മറ്റേ മുറി വാടക കൊടുക്കും. ആ ബായി ഒരു മിനിറ്റ് ആശാൻ ഇങ്ങനെ വന്നേ. സായണ എനിക്ക് സായണ എനിക്ക് ഷർട്ട് എങ്ങനെ നിന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഐറ്റം നമ്പർ കുരിശും കൊണ്ടുള്ള വരവാണെന്ന്. ഇത് വേറും കുരിശല്ല, പൊന്നും കുരിശാൻ സായണ്ണ. കശി ബോംബെയിലെ ബെട പാർട്ടിയായിരുന്നു. ബോംബെയിലെ വലിയ കട്ടൻ കില്ലാടിയാണെങ്കിൽ അവനെന്തിനാണ് കൊച്ചിയിൽ തണ്ണാക്കി സിഗരറ്റ് കളിക്കുന്നത്? എന്തോ ക്യാസിൽപ്പെട്ടവർന്ന് ചാലായതാണ്. നമുക്കതറിഞ്ഞിട്ട് എന്താണ് കാര്യം? കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ആള് ഗുലാംബരിച്ചാണെന്ന്. നമുക്ക് ഈ ചീട്ടറക്കൊരു കളി കളിച്ചാലാ? കൊച്ചിയിലെ കുലുക്കി കുത്തി കളിക്ക് ഷാജു ഒറ്റക്കോ ചേടാപ്പ. ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. എന്റെ പൊന്നി സായി എന്ന അണ്ണൻ അന്തരി പോണേക്ക് മുമ്പുള്ള കളമല്ലപ്പ. പണികറിയാവുന്ന നല്ല പിള്ളേര് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ് ഫീൽഡിൽ. പിന്നെ പണ്ടത്തെ പോലെ ആശാനും പറ്റുവാ? ഒരു കുഴപ്പമില്ല. 3.5 നടന്നാ പിന്നെ ഡോൾബി ചുമയും DTS കുറയല്ലേ? ചത്തുപോയത് ആ ഇത് ടിവിയുടെ അസുഖണ്ടാ. TV അല്ലടാപ്പ, TV. ആ നല്ല മഞ്ഞ കളർ TV ആണല്ലോ. TV മാത്രല്ല ആന്റിനെ ഉണ്ട്. ആശാനെ കാര്യം പറയുമ്പോ കോണാമ്പൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. അവനെ നമ്മുടെ കൂടെ ചേർത്തില്ലെങ്കിൽ അവൻ വേറെ വല്ല സെറ്റിന്റെ കൂടെ ചേരും. പണി അറിയാവുന്ന ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിലേ കൊട്ടേഷൻ വർക്കിന്റെ 8 കളി നമുക്ക് കിട്ടും. ഈ പ്രാഞ്ചിക്ക് പ്രാന്താണ് ആശാനെ. പക്ഷെ മോനെ ഷാജി, ഒന്ന് ആലോചിക്കണയാണേലും ഇവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല. ആശാന് വേറെ പണിയൊന്നുമില്ലേ? വേറെ വാലുമുറിയാണ്. നീ നിക്ക്, എന്തായാലും ഞാൻ ഒന്ന് മുട്ടി നോക്കട്ടെ. ഓ ചെല്ലു ചെല്ലു. Talk and no one bag of mouth. That we run the east, west, the north and south. Make them know say that them can. ഡെൻവർ. Make them know say that them can. ഡെൻവർ ആശാൻ. ബോംബെയില് ആരുടെ കൂടെയായിരുന്നു? പ്രധാനപ്പെട്ട എല്ലാ ഗാങ്ങിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ചില പണിക്കൊക്കെ വന്നിട്ടുണ്ട് ബോംബെയില്. കരിൻലാലയുടെ ഹാജി ബസ്താന്റെ ഒക്കെ കാലത്ത്. എന്താ ബോംബെന്ന് വിട്ടത്? ഉടായ്പ വല്ല ഒപ്പിച്ച് കാണൂല്ലേ? ഒരു പണി ഇങ്ങോട്ട് കിട്ടി, കിട്ടിയതിന്റെ പലിശ തീർത്ത് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത നിലയാ. ഹിന്ദിക്കാരന്റെ കൈ കൊണ്ട് ചെത്ത അവാർഡൊന്നും കിട്ടുമല്ലോ. ഇങ്ങോട്ട് തന്നെ പോകുന്നത് എന്താണ്? പഠിച്ച പണി വെട്ടും കുത്തും വെടിവെപ്പൊക്കെയാ. കൊച്ചിയിലായാലും കൽക്കട്ടയിലായാലും ആ പണി തന്നെ ചെയ്യാൻ അറിയൂ. എങ്കിൽ പിന്നെ നാട്ടിൽ തന്നെ കൂടെയൊക്കെ ഒന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഞ്ഞി കുടിക്കേണ്ട ഗതികേടൊന്നുമില്ല. ഡെൻവർ ആശാനെന്ന് കേട്ടാ ഏത് ഏരിയയിലെ പണിക്കാരൊന്ന് വിറയ്ക്കും. കണ്ണൂര്, വെയ്യൂര്, തിരുവനന്തപുരം, കേരളത്തിലെ ഈ 3 സെൻട്രൽ ജയിലുകളും ആശാന് തറവാട് പോലെയാ. അങ്ങനെയുള്ള ഞങ്ങൾക്ക് തന്നെ കൂടെ കൂട്ടിയാലെന്താണ് ഗുണം? കൊള്ളുന്ന അടി കുറയും, കിട്ടുന്ന കാശ് കൂടും. ഒരു മിനിറ്റ് ഷാജേ മോനെ, ഇത് നമുക്ക് നഷ്ടമുണ്ടാക്കാത്ത കേസാണെന്നാണ് തോന്നണത്. പിന്നെ കോപ്പാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്. അന്നം വന്നിട്ട് ആഴ്ച 3 ഒറ്റ കൊട്ടേഷൻ കിട്ടിയ ആമ്പലാണെന്ന് പറഞ്ഞ് പോകുന്നതാണ് ഇപ്പൊ. ഉണ്ടാക്കല്ലേ. ഓട്ടോ ഓടിക്കിട്ടുന്ന കാശ് ഡെയിലി പൈൻ്റ് അടിക്കാൻ തികയണില്ല.
ഇത് ലാസ്റ്റിലെ മക്കളുടെ വായിൽ മണ്ണ് കയറുന്ന സ്കീമാണ്. നിങ്ങൾ നോക്കിക്കോ. അവനെ കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ പിടിച്ച ഡെയിലി വൈറ്റിൽ പൊറോട്ടയും ബീഫും തന്ന സ്കീമാണ്. അവസാനം ലാബ് അവന് റിസ്ക് മുഴുക്കണം നമുക്കെന്ന പ്ലാനാണ്. ആ പന്നിയുടെ മനസ്സിലെങ്കിൽ അതങ്ങ് പരപ്പനങ്ങാടി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്റെ സായണ്ണ ഒരു തോപ്പും പടി പാലൂട്ടായി ഇവിടുന്ന് അങ്ങാട്ടും അവിടുന്ന് ഇങ്ങോട്ടും പോവാം. അവനൊരു ഉപകാരം നമുക്കൊരു പലഹാരം. ഫസ്റ്റിലൊരു കാര്യം പറഞ്ഞേക്കാം. അവസാനം ബോംബെയിലെ ജാഥയാണ് മറ്റോടത്ത് മറിച്ചവനാണെന്ന് പറഞ്ഞ് ജാഥ എടുക്കാൻ വന്നാലാണ് ഷാജിനെ തനി കുണം അറിയാൻ പോണത്. ഇല്ലല്ലോ ഓ എങ്കിൽ ഞാനൊരു തീരുമാനം പറയാം. തൽക്കാലം താൻ ഞങ്ങളെ കൂടെ നിൽക്കുന്നു. കിട്ടണതിലൊരു പങ്ക് അങ്ങാട് തരും. അപ്പൊ കാണുന്നവരെ അച്ചാന്ന് വിളിക്കണ സീൻ കാണിക്കരുത് കേട്ടാ. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ അഭി ഭി ബാക്കി ഹെ ഭായ്. എല്ലാവരും കൂടി സിംഗിൾ ഡാൻസ് കളിക്കണോ സാറ്? വിനോദാരടാ ഞാനാ? നീയാണാ ഷായി? പിടിച്ചാടാ മോനെ. മോനെ ചോദിക്കട്ടെ മോനെ പിന്നോച്ചേ, നിന്നെ ബോട്ടറി പഠിക്കാനല്ലേ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പറഞ്ഞേക്കണത്? പിന്നെ എന്തിനാടാ മോനെ നീ ആ കുഞ്ഞച്ചൻ സാറിന്റെ മോളെ സൂളജ് നോക്കാൻ പോണത്? മോനാ പഠിത്തം തുടരാനാണ് പ്ലാനെങ്കിൽ ഞങ്ങൾ നിനക്ക് ട്യൂഷൻ എടുക്കേണ്ടി വരും. അയ്യാ ഭീഷണിയാ? ചീനയുടെ തന്തപ്പിടി പറഞ്ഞു വിട്ടതാ. ഞങ്ങളങ്ങ് പേടിച്ചു പോയി കേട്ടോ. നമ്പർ 1 പൊക്കോട്ടെ. ഷാജി എന്നും കൈ നീട്ടിയൊന്ന് തന്നാലുണ്ടല്ല നീ രണ്ടിനും കൂടി ഒന്നിച്ചു പോകും. ആരാടാ ഷാജി? സ്ഥലം എസ് ഐയോ? അല്ലളിയാ, ഈ മിമിക്രിക്കാർ ജയന്റെ സൗണ്ട് എടുക്കുമ്പോൾ പറയാറുള്ള ഒരു ഷാജി ഇല്ലേ? ഏത് പോർക്കട പന്നീനൊക്കെ പഠിപ്പിക്കണത്? ഷാജി എന്നുള്ള പേര് കേട്ട് അറിഞ്ഞു വിടറാ. ഗുണ്ട കിടന്ന് പറഞ്ഞു വിടറാ. കുട്ടികളെ, ഗുണ്ടകളുടെ ശാസ്ത്രീയ നാമമാണ് ഷാജി. നീ വലിയ മിമിക്രിക്കാരനാണല്ലേടാ. ജയനെ കളിയാക്കുവാടാ, കളിയാക്കുവാ. ഇനി നീ ആ പെണ്ണിന്റെ പുറകെ നടക്കുവോ? മുമ്പിൽ നടക്കുവോ? അപ്പൊ ഇങ്ങനെയൊക്കെ കരാൻ നിനക്ക് അറിയാതെ ചാണക്ക്. നിങ്ങൾ കൂട്ടുകാരികളെ വേണ്ട ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. ഏത് പന്നിയ കോളേജിൽ കൊണ്ടുവന്ന് ഇരുമ്പ് കസേരയിട്ടേക്കണം. ആ പൊട്ടം പുഷ്പിക്കണുണ്ടല്ല. ഈ പൂങ്കാവനത്തിൽ പഠിക്കാൻ പറ്റാതെ നഷ്ടമായി പോയി. നമുക്കിനി കോളേജ് കൊട്ടേഷൻ പിടിച്ചാൽ മതി. ചെറിയ പിള്ളേരല്ലേ, ഒരു ത്രില്ലില്ല. ഇവൻ ഇതുവരെ കിട്ടിയത് മതിയായില്ലേ? ഈ പന്നിയുടെ നട്ടലിന്റെ ടവർ ബോൾട്ട് അടിക്കുന്നതിനൊന്നും. ചക്ക് ദേ ഇന്ത്യ. ബോംബെ വാ. അടുക്കരുത്, അടുക്കരുത്, അടുക്കരുത് ഷായി, ഷായി. ജീവനി കൊതിയുള്ളവന്മാർ വല്ല കുണ്ടിലും പോയി ഒളിച്ചോട്ടാ. ഇതിങ്ങനെയാണ്. ഓടുവാണോ? ഞാനിവിടെ എക്സസൈസ് ചെയ്യുവാടി. ചെയ്യാത്ത പണിയൊക്കെ ചെയ്ത് ഇത് റിഹേഴ്സൽ അല്ലേ? നീ ഫോൺ വെച്ചോ. എപ്പ വിളിച്ചാലും ഈ ഒച്ചയും ബഹളവും. അത്യാവശ്യ കാര്യങ്ങൾ പറയാനല്ലേ വിളിക്കുന്നത്? പിന്നെ അടുത്ത ആഴ്ച ടൂറിന് പോകുന്നത്. ഓ മോശം.
എന്റെ മദ്യപരമ്പര ദൈവങ്ങളെ ഇതുകൊണ്ട് അങ്ങനെ മിന്നിച്ചേക്കണേ. ഒരു മരുന്നിന് പോലും ബാക്കി വെച്ചില്ലല്ലോടാ ചവമേ. ഞാനിതടിച്ചതേ എന്റെ ആത്മാവിന്റെ മുറിവുണക്കാനായിട്ടാണ്. എന്തിന്റെ? ആത്മാവിന്റെ. ആ ഭാഗ്യത്തിന് എന്റെ അവിടെ ഒന്നും മുറിഞ്ഞില്ല. മുറിയാത്ത ആശാന് ചിരിക്ക. ലോകം മുഴുവൻ കീഴടക്കിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം? ഷായിയേ, ഓ ഈ കോളേജ് പിള്ളേർ 5 പൈസയുടെ വിവരമില്ലാത്തവന്മാരാണ് കേട്ടാ. ഈ കണ്ണൂരെന്താ വിയൂരെന്താ ദുർഘടാപ്പനും അറിയില്ലെന്നേ. പിന്നെ പോത്തിനെ ഏത്തക്കാന്ന് പറഞ്ഞ കോപ്പല്ലേ. ഇതൊന്നും അറിയാതെ ഈ പിള്ളേരെങ്ങനെ ജീവിക്കും? നല്ല പിള്ളാരാണ്. പോക്കിള് തീർത്ത് പുഷ്ടിക്കായിരുന്നു ഇടി. ഞാനൊരു ലേഡീസ് ആകാനത് ഭാഗ്യം. അല്ലെങ്കിൽ ഗർഭം കലങ്ങി പോയതിന്. നീ വലിയ വെടിവാൾ പ്രാഞ്ചിയല്ലേ, എന്നിട്ട് ഈ വാൾപ്പയറ്റൊന്നും കണ്ടില്ലല്ലോ. ആകാശത്തും താഴെ ഇറക്കിയിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ. പിന്നെ വാൾ പ്ലേറ്റ് നടത്താൻ ടൂൾ എവിടെ ഇരിക്കുകയാണ്. ആകെയുള്ളത് പാക്ക് വെട്ടണ വിറ്റാങ്ങത്തിയാണ്. അതാണെങ്കിൽ ആശാനെടുത്ത്. പിന്നെ വടിവാളെന്ന് പറഞ്ഞ തുരുമ്പിച്ചൊരു സാധനം. അതുകൊണ്ട് പഴം മുറിച്ച പഴത്തിന് വരെ ഇക്കിളിയാവും. അതാണെങ്കിൽ ഷാജിയണ്ണന്റെ കയ്യില്. അത് വെച്ച് പയറ്റിയിട്ട് കണ്ടല്ല. മുറിവാള് വെച്ച് പയറ്റാൻ എന്താ വടക്കം വീരഗാഥ സിനിമ. ആള് പോയി. അത് പോയത് നന്നായി. തുരുമ്പ് കൊണ്ട് സെപ്റ്റിക്കായി ചാവൂല്ലല്ലോ. കുത്തിവെപ്പിന്റെ കാശ് ലാഭം.